ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ അസാമാന്യമായ ചൂടാണ് ഇവിടെ. ഇപ്പോൾ രാവിലെ പകൽ 12 മണിയാണ് ആയിട്ടുള്ളത്. പക്ഷെ ഭയങ്കരമായ ചൂടാണ്. ഏതായാലും ഈ ചൂടത്ത് നമ്മൾ ഇന്നൊരു പുതിയ വിശേഷവുമായിട്ടാണ് പോകുന്നത്. നിങ്ങൾ തമ്പനിയിൽ കണ്ടു കാണും, നമ്മളൊരു പുതിയ ഫ്രണ്ടിൻ്റെ കൂടെ പോവുകയാണ്. മിസ്റ്റർ ഇടുക്കി 2019 മിസ്റ്റർ ഇടുക്കി ആയിരുന്നു, ഇപ്പോൾ UK ഏറ്റവും പ്രധാനം അദ്ദേഹം അടുത്ത മിസ്റ്റർ ഇടുക്കി പട്ടത്തിന്, അത് ഡിസംബർ ജനുവരി മാസത്തിലാണ്, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഇന്ന് നമ്മൾ ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് കാണുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലികളൊക്കെ, ഭക്ഷണമൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു. ആ ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പം ആളുടെ പേര് നിതിൻ എന്നാണ്. അദ്ദേഹം നമ്മളെ കാത്ത് വണ്ടിയിൽ റെഡി ആയിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തോടൊപ്പം കാറിൽ കയറുകയാണ്. നല്ല ജിം ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിതിൻ തയ്യാറായിരിക്കുകയാണ്. അപ്പം നമ്മൾ വണ്ടിയിൽ കയറി നേരെ ജിമ്മിലോട്ട് പോവുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തോ നല്ല വിശേഷം. നിങ്ങൾക്ക് ഈ വെളുപ്പിനെ തന്നെ ഈ വർക്കൗട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല അല്ലേ? അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ ടൈം അനുസരിച്ച് ചെയ്യാന്നുള്ളത്, നമ്മുടെ കംഫർട്ട് എപ്പോഴാണോ അതിനനുസരിച്ച്. ശരി. ഓരോ ആൾക്കാരുടെ ഷെഡ്യൂൾ അനുസരിച്ച് ചില ആൾക്കാർക്ക് രാവിലെ പോകാൻ പറ്റത്തില്ല, അപ്പോൾ വൈകിട്ട് ചെയ്യുക. വൈകിട്ട് പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് രാവിലെ ചെയ്യുക. അങ്ങനെയൊന്നുമില്ല, ഒരു ദിവസം നമ്മൾ ചെയ്യാന്നുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ജിമ്മിലോട്ടുള്ള യാത്രയിലാണ്. ഇവിടെ നിന്നൊരു 10 മിനിറ്റോളം റൈഡ് ഉണ്ട്. ഏതായാലും അതിനുള്ളിൽ നമുക്ക് നിതിനോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. 2019 അല്ലേ? 2019 ഓക്കെ. അന്ന് നാട്ടിലായിരുന്നു? അന്ന് ഞാൻ ഗൾഫിലായിരുന്നു. ഗൾഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. അപ്പൊ കോമ്പറ്റീഷൻ സമയം വന്നപ്പോൾ ഞാൻ ലീവ് എടുത്ത് നാട്ടിൽ പോയി. ഓക്കെ. അങ്ങനെയാണ്. അപ്പൊ ഇനി അടുത്ത എപ്പോഴാണ് ഈ മിസ്റ്റർ ഇടുക്കി മത്സരം? ഏത് മാസത്തിലാണ് യൂഷ്വലി നടക്കാറ്? ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ. ആ ഒരു സമയത്താണ് സാധാരണ നടക്കാറ്. ഓക്കെ. അപ്പം അതിനുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങി? അതിനുള്ള പ്രിപ്പറേഷൻ ശരിക്കും നമ്മളൊരു 8 മന്ത്സ്, ഒരു 1 week, എത്രയോ നേരത്തെ തുടങ്ങുകയാണെങ്കിൽ അത്രയും നല്ലത് തന്നെ. മിനിമം ഒരു 8 മന്ത്സ് ഒക്കെ മുന്നേ നമ്മൾ തുടങ്ങണം. ഓക്കെ. കാരണം ഇതിനൊരു 2-3 സ്റ്റേജുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മസിൽസിന്റെ സൈസ് കൂട്ടുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ മസിൽ പ്രിവെന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫാറ്റ് മാക്സിമം കട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോമ്പറ്റീഷൻ അടുക്കുമ്പോൾ വേറൊരു ഇതുണ്ട്. അപ്പൊ അങ്ങനെ 2-3 സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ ഇതൊരു കോമ്പറ്റീഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പോ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എത്ര സമയം വർക്കൗട്ട് ചെയ്യും സാധാരണ? ഇപ്പൊ ഓഫ് സീസൺ ടൈമാണ്. ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ മതി. 1 മണിക്കൂറൊക്കെ ധാരാളമാണ്. 1 മണിക്കൂർ മതി. ശരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഹെവി വർക്കൗട്ട്, നല്ല ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് ചെയ്യണം. പക്ഷെ ഒരുപാട് സമയം ജിമ്മിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ന്യൂട്രീഷനിലാണ് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പം നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതിനേക്കാളും കുറച്ചധികം ഫുഡ് ഇൻടേക്ക് ചെയ്യണം. നമ്മൾ ഗ്രോ ചെയ്യുന്ന സമയം, നമുക്ക് വെയിറ്റ് കൂട്ടേണ്ട ഒരു സമയമാണ്. മസിലിന്റെ സൈസ് എല്ലാം കൂട്ടുന്ന സമയം. അപ്പോൾ ഹൈ ഇന്റൻസിറ്റിയിൽ ട്രെയിനിങ് വേണം, പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫുഡിലാണ്. ഓക്കെ. ഇത് കൂടാതെ നിതിനൊരു വലിയൊരു ശിഷ്യ സമ്പത്തുണ്ട് UK ഇല്ലേ? എത്ര പേരെ ഇപ്പൊ ട്രെയിൻ ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഒരു പേഴ്സണൽ ട്രെയിനിങ് ഞാനൊരു അതിങ്ങനെ ഒരു മാസം മാറിക്കൊണ്ടിരിക്കുക. എന്നാലും ഒരു ആവറേജ് ഒരു 10 പേരുണ്ടാവും. ഓക്കെ. ഈ 10 പേരിൽ പലരും UK വന്നതിന് ശേഷം ഇങ്ങനെ ബോഡി ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹത്തോടുകൂടി ഇതിനെ സമീപിച്ചതാണ് അല്ലേ? അത് ഇവിടെ നമ്മളെ കണ്ട് ഇൻസ്പയർ ആയതും പിന്നെ അങ്ങനെയൊക്കെ, പിന്നെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്, വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ടൊക്കെ ഒരു ആൾക്കാർ നമ്മള് അങ്ങനെ വരുന്ന ആൾക്കാരാണ്. ഓക്കെ. അപ്പൊ നമ്മള് ജിമ്മിന്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ട്രാൻസ്ഫോം എന്നാണ് ജിമ്മിന്റെ പേര്. നമ്മളവിടെ വണ്ടി ഒതുക്കുകയാണ്. ഇവിടെ 2-3 ജിമ്മിൽ നിതിൻ പോകുന്നുണ്ട്. ഇന്നിപ്പോൾ നേരെ ഈ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ജിമ്മിൽ നമ്മളെത്തി. അങ്ങനെ നമ്മൾ ജിമ്മിനുള്ളിലേക്ക് കയറി. അവിടെ അനുമതിയൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ജിമ്മിനുള്ളിലേക്ക് കയറിയത്. കാരണം ജിമ്മിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ അകത്തേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി പ്രത്യേക പെർമിഷൻ വാങ്ങിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറിയത്. ആദ്യം നിതിൻ നേരെ പോകുന്നത് മുകളിലേക്കാണ്. അവിടെ കാർഡിയോ സെഷൻ എന്നാണ് പറഞ്ഞത്. അവിടെ അതാണുള്ളത്. അതായത് ആദ്യം ഒന്ന് വാമപ്പ് ആവണം. വാമപ്പ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മുകളിലത്തെ നിലയിലുള്ളത്. ഇത് സൈക്കിൾ ട്രെയിനിങ്ങിനുള്ള ഇടമാണ്. ഒപ്പം തന്നെ ഡംബിൾസൊക്കെ അവിടെയുണ്ട്. ഒപ്പം ട്രെഡ്മില്ലുകളും അവിടെയുണ്ട്. ഇത്രയുമാണ് പ്രധാനമായിട്ടും കാർഡിയോ സെഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്.
അതായത് നമ്മളൊരു വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ കുറച്ച് നേരം കാർഡിയോ ചെയ്യും. നമ്മുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് ഇഞ്ചുറീനെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു 5 to 10 minutes കാർഡിയോ ചെയ്യുമ്പോൾ കുറച്ച് സ്ട്രെച്ചിങ് ചെയ്യും. അതിനുശേഷം വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിതിൻ വാമപ്പ് സെഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ട്രെഡ്മില്ലിൽ ഒന്ന് ബോഡി ഒന്ന് വാമപ്പ് ആക്കുന്നതാണ് ആദ്യം. എനിക്ക് ഇപ്പോൾ ഈ എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് ജിമ്മിലെ സ്വാഭാവിക സൗണ്ട് ഇടാൻ സാധിക്കുന്നില്ല. കാരണം അവിടെ പാട്ട് വെച്ചിരിക്കുകയാണ്. നല്ല ഇംഗ്ലീഷ് സോങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കാരണം നമുക്ക് ഈ സോങ്ങുകൾ അവിടുത്തെ സ്വാഭാവികമായ സൗണ്ട് ഈ ക്ലിപ്പുകളിലൊന്നും തന്നെ ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല. ആദ്യമൊന്ന് പതിയെ തുടങ്ങിയെങ്കിലും പിന്നീട് ട്രെഡ്മില്ലിൻ്റെ വേഗം കൂടി നിതിൻ പൂർണ്ണമായും ആ ഒരു എക്സർസൈസിലേക്ക് മാറിയിരിക്കുകയാണ്. സത്യത്തിൽ നമ്മളോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടാണ് ഇത്തവണ നിതിൻ ജിം വർക്കൗട്ട് ചെയ്യുന്നത്. അത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നിതിൻ ഏതായാലും ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വാമപ്പ് കഴിഞ്ഞു. ബോഡി ഒന്ന് ഹീറ്റായി. അതിനുശേഷം സ്ട്രെച്ചിങ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. സ്ട്രെച്ചിങ് ഏരിയയിലേക്ക്, ഈ ഫ്ലോറിൽ തന്നെയുള്ള സ്ട്രെച്ചിങ് ഏരിയയിലേക്കാണ് അടുത്ത പോകുന്നത്. ആ സെഷനും കൂടി പൂർത്തിയാക്കിയതിന് ശേഷമാകും താഴെയുള്ള മെയിൻ ഏരിയയിലേക്ക് പോകുന്നത്. വാമപ്പ് സ്ട്രെച്ചസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. കൈകാലുകളൊക്കെ ഒന്ന് ഇളക്കി അടുത്ത വിഷമകരമായ ആ ഒരു ജിം പ്രാക്ടീസിന് വേണ്ടിയിട്ട് ശരീരത്തെ പ്രാപ്തമാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ച സമയത്താണ് നമ്മൾ ജിമ്മിലോട്ട് വന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ തിരക്ക് ജിമ്മിൽ അനുഭവപ്പെടാത്തത്. അതേസമയം രാവിലെയും വൈകിട്ടും വലിയ തിരക്ക് തന്നെയാണ് ഈ ജിമ്മിൽ ഉള്ളത് എന്ന് നിതിൻ പറയുന്നു. ഇനി നമ്മൾ താഴേക്ക് പോവാണ് അല്ലേ? അതാണ് ഞാൻ നമ്മുടെ ആക്ച്വൽ ട്രെയിനിങ് സെഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അങ്ങനെ നമ്മൾ ഇപ്പോൾ താഴെ എത്തിയിരിക്കുകയാണ്. അതിവിശാലമായ ഒരു ജിമ്മാണിത്. ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റുമുണ്ട്. അപ്പോൾ ആദ്യ എക്യുപ്മെൻറ്റിൽ അതിനെ സജ്ജമാക്കുകയാണ് നിതിൻ കൃത്യമായിട്ടുള്ള വെയിറ്റൊക്കെ ഇട്ടുകൊണ്ട്. ആദ്യത്തെ ഒരു 2-3 സെറ്റ് വാമപ്പ് സെറ്റ് ചെയ്യും. പിന്നെ ഒരു 2 to 3 വർക്കിംഗ് സെറ്റ് ചെയ്യും. വാമപ്പ് സെറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറച്ചിട്ട് കുറച്ച് ആ ജോയിൻസ് മൊബിലിറ്റി അതിനൊക്കെ വേണ്ടിയിട്ട് ആ ബ്ലഡ് ഫ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആക്ച്വൽ സെറ്റ് സ്റ്റാർട്ട് ചെയ്യും. അതിന് മാക്സിമം വെയിറ്റ് ഒരു 8 to 10 reps. ഓക്കെ. അപ്പോൾ നിതിൻ വർക്കൗട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ മെഷീനിൽ ഇരുവശങ്ങളിലും 15 കിലോ വീതമാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഫസ്റ്റ് സെഷനാണ്. ഏത് മെഷീനിലും ആദ്യം ചെറിയ വെയിറ്റിൽ ഒന്ന് വാമപ്പ് ചെയ്യേണ്ടതുണ്ട് തുടക്കത്തിൽ. അത് കഴിഞ്ഞ് പതിയെയാണ് വെയിറ്റ് കൂട്ടി വരുന്നത്. ഇപ്പോൾ ഉച്ച സമയത്തുണ്ട് ഇതിൻ്റെ തിരക്ക് കുറവാണ്. രാവിലെയും വൈകിട്ടും കുറച്ച് നല്ല തിരക്കുണ്ട്. ഇപ്പോൾ മെഷീൻസ് എല്ലാം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന സമയം രാവിലെയും വൈകിട്ടും. വൈകിട്ട് പ്രത്യേകിച്ച് ഒരു 5 to 7 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസെല്ലാം കഴിഞ്ഞ് വരുന്ന ഒരു ടൈമാണ്. പക്ഷെ നമ്മുടെ ബോഡിക്ക് അങ്ങനെ ഇന്ന സമയത്ത് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ടൈം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടുണ്ട്. പിന്നെ ലേറ്റ് നൈറ്റിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഉറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ നെർവസ് സിസ്റ്റം എല്ലാം ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഹെവി ഇലക്ട്രിക് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം അത്രയും സ്ട്രെസ്ഫുൾ വർക്കൗട്ട് ആയതുകൊണ്ട് നമ്മുടെ സിസ്റ്റം എല്ലാം ആക്റ്റീവ് ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു 6 മണി 7 മണിക്ക് മുന്നേ ആയിട്ട് വർക്കൗട്ട് തീർക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ മാക്സിമം ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ഒരു 8 reps ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ഇട്ടിട്ട് ഒരു 2 to 3 sets ചെയ്യും.
സാധാരണ വെള്ളമാണോ? ഇത് സാധാ വെള്ളമാണ്, പക്ഷെ കുറച്ച് ഇലക്ട്രോലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പം നമ്മുടെ ചുറ്റി കൂടെ എല്ലാം സോഡിയം ഒരുപാട് പുറത്ത് പോകും. അപ്പോൾ സാധാരണ വെള്ളം കുടിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് ഇലക്ട്രോലൈറ്റ്സ് ഇട്ടിട്ട് കുടിക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ കുറേ സപ്ലിമെൻറ്റ്സ് ഉണ്ട്, PCAA, അതുപോലെ തന്നെ കഫീൻ അടങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ, കുറേ സാധനങ്ങളുണ്ട് ഹെൽപ്പ് ചെയ്യാൻ. ക്രിയാറ്റിൻ, അങ്ങനെ കുറേ സപ്ലിമെൻറ്റ്സ് ഉണ്ട്. യൂഷ്വലി ആൾക്കാർ യൂസ് ചെയ്യുന്ന PCAA ആയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോലൈറ്റ്സ്. ഈ ചാമ്പ്യൻഷിപ്പ് അടുക്കാറാകുമ്പോൾ ഈ റുട്ടീനിലൊക്കെ വീണ്ടും മാറ്റങ്ങൾ വരുമോ? കൂടുതൽ സമയം ജിമ്മിൽ ചെലവഴിക്കും? വർക്കൗട്ടിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരത്തില്ല, പക്ഷേ ഡയറ്റിലാണ് മെയിൻ. ഡയറ്റ് കാർബോഹൈഡ്രേറ്റ്സ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യും. നമ്മൾ ആ ബിൽഡ് ചെയ്ത മസിൽസ് മാക്സിമം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ ഇൻടേക്ക് കുറച്ച് കൂട്ടും, കാർബ്സും കുറയ്ക്കും. അപ്പോൾ നമുക്ക് ആ മസിൽ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഫാറ്റ് കട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഇപ്പോഴത്തെ ഒരു ഫുഡിന്റെ രീതികളൊക്കെ എങ്ങനെയാ? ഇപ്പോഴത്തെ ഫുഡിന്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പം കുറച്ച് സൈസ് കൂട്ടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാർബോഹൈഡ്രേറ്റ്സ്, അതായത് ചോറാണ് മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് സോഴ്സ്. ചോറ്, ചിക്കനോ ഫിഷോ അങ്ങനെയായിട്ട് ഒരു 5 to 6 times കഴിക്കും. 5 to 6 times ഒരു ദിവസം. ഓക്കെ. പക്ഷെ വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റി അല്ല. അതായത് നമ്മുടെ ഏജും ജെൻഡറും അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് എല്ലാം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കാലറീസ് ഒരു ദിവസം വേണമെന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ. അതിനനുസരിച്ചാണ്. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചാണ് ഓരോ ആൾക്കാരും മീൽ പ്ലാൻ സ്ട്രക്ചർ ചെയ്യുന്നത്. നമുക്കപ്പോ ഈ ജോലിക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് അത് പാക്ക് ചെയ്ത് കൊണ്ടുപോകും, അതിനിടയ്ക്ക് കഴിക്കും. ബോഡിയാണ് പ്രധാനം, നമ്മൾ അതിനനുസരിച്ച് തന്നെ. അതെ. തുടർന്ന് അവിടെയുള്ള മറ്റ് ഉപകരണങ്ങളിലും എങ്ങനെയൊക്കെയാണ് അതിൽ എക്സർസൈസ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് ഏതൊക്കെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ മസിലിലൊക്കെയാണ് അത് ഇഫക്റ്റ് ആകുന്നത് എന്നൊക്കെ നിതിൻ നമുക്ക് കാണിച്ചു തന്നു. ആ സമയത്ത് തന്നെ നാട്ടിലെയും ഇവിടത്തെയും ജിമ്മിലെയും അതിൻ്റെ വർക്കൗട്ടിൻ്റെയും തമ്മിലുള്ള കുറേ വ്യത്യാസങ്ങളൊക്കെ നിതിൻ പറഞ്ഞു. നാട്ടിലിപ്പോൾ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും നിതിൻ പറയുന്നത് നിതിൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ നാട്ടിലൊരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു ട്രെയിനറുടെ കുറവ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വളരെ കൃത്യമായി വളരെ ഡിസിപ്ലിനോട് കൂടിയാണ് ഈ ബോഡി ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നത് എന്നാണ്. പക്ഷേ അത് നിതിൻ വർഷങ്ങൾക്ക് മുൻപ് ചെയ്തിരുന്ന അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ നാട്ടിലും ഏകദേശം കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നു. അങ്ങനെ ജിമ്മിലെ വർക്കൗട്ട് സെഷനൊക്കെ ഏകദേശം അവസാനിപ്പിച്ചു. പോകുന്നതിന് മുൻപായിട്ട് ട്രെഡ്മില്ലിൻ്റെ വേറൊരു രൂപം, അതായത് നമ്മൾ ഈ കോണിപ്പടി കയറി മുകളിലേക്ക് പോകുന്ന ആ ഒരു എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ കൂടി നിതിൻ പരിചയപ്പെടുത്തി. ഇത് ഭയങ്കര ടഫാണെന്ന് പറഞ്ഞു. അപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നമ്മളത് പുറത്തേക്ക് ഇറങ്ങി. നിതിൻ്റെ ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ചുള്ള യാത്രയിലാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ശരിക്കും ആളുകൾ വിചാരിക്കും നമ്മളൊരു ഫോട്ടോ ഇടും അല്ലെങ്കിൽ ജിമ്മിൽ പോയുള്ള ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഇടുമ്പോഴത്തേക്കും ജിമ്മിൽ പോകുന്നു, കുറച്ച് ഫുഡ് കഴിക്കുന്നു, മസിൽ തീർത്ത് വരുന്നു. പക്ഷെ നമ്മളൊരു ഫിറ്റ്നസ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയും എല്ലാം കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈസി ജോബല്ല. ആൾക്കാരെ ട്രെയിൻ ചെയ്യണം, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുക്ക് ചെയ്യണം. കുക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരെ പോലെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ. കുറച്ച് ഓയിലും എല്ലാം കുറച്ചിട്ട് വേണം. സ്വീറ്റ്സും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതുമെല്ലാം നോക്കണം. പിന്നെ
ഇതിനിടയ്ക്ക് ഡ്യൂട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്കുള്ള കഴിക്കാനുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകണം, ഓക്കെ. ആൾക്കാരെ ട്രെയിൻ ചെയ്യണം. അതുപോലെ തന്നെ അതിന്റെ ഇടയ്ക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കടയിൽ പോകണം. അതെ. എല്ലാം കൂടെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 24/7 നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം. എന്നാലാണ് ഒരു കുറച്ച് മസിൽ ബിൽഡിംഗ് ഒക്കെ നടക്കുള്ളൂ. പ്രത്യേകിച്ചും നമ്മളൊരു കോമ്പറ്റീഷനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് UK ആകുമ്പോൾ നമുക്ക് ഫാമിലി ഇമ്പോർട്ടന്റ്, അതിൻ്റെതായ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടി വരും. അതാണ്. അപ്പോൾ ശരിക്കും നമുക്കിതിന് നന്നായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യണം. നമ്മൾ ടൈം എല്ലാവർക്കും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ കണ്ടെത്തണം അതിനു വേണ്ടി. അതിലൊരു ആ ഒരു പാഷനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ടൈം നമ്മൾ കണ്ടെത്തും അല്ലേ? അതെ അതെ അതെ. ഇന്നിനിപ്പോ ഈ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഇനി എന്താണ് ഫുഡിങ് കഴിഞ്ഞിട്ട് ഇന്ന് റെസ്റ്റ് ആണോ? ഇനിയിപ്പോ ചെല്ലുന്നു, ഫുഡ് കഴിക്കുന്നു, കുറച്ച് റെസ്റ്റ് എടുക്കുന്നു. പിന്നെ വൈകിട്ട് ഇന്ന് ഫാമിലി ആയിട്ടൊന്ന് പുറത്തു പോകണം, നടക്കാൻ പോകണം, പാർക്കിലോടെ. ഇന്ന് അതാണ് പരിപാടി. ഇന്ന് വൈകിട്ട് ട്രെയിനിങ് ഒന്നും ഇല്ല, നാളെ ഉള്ളൂ. ഇനിയിപ്പോ നാട്ടിലേക്ക് എന്നാ പോകാൻ ഉദ്ദേശിക്കുന്നത് ഈ ചാമ്പ്യൻഷിപ്പിന് പങ്കെടുക്കുന്നതിന് മുന്നോടിയായിട്ടും? നാട്ടിലേക്ക് ഞാനൊരു ഡിസംബർ ഒക്കെ ആയിട്ടുള്ളൂ. ഓക്കെ. ഈ മിസ്റ്റർ ഇടുക്കി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ, അടുത്ത മിസ്റ്റർ കേരളയിലേക്കുള്ള മത്സരമാണ്. അതെ അതെ, അടുത്ത മിസ്റ്റർ കേരളയിലേക്കാണ്. ഞാൻ മിസ്റ്റർ കേരളയ്ക്ക് ഇതുവരെ പോയിട്ടില്ല. ഞാൻ 2019 മിസ്റ്റർ ഇടുക്കി ആയി. അത് കഴിഞ്ഞിട്ട് ഗൾഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളൊരു 1 month വെക്കേഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ മിസ്റ്റർ ഇടുക്കി കോമ്പറ്റീഷൻ കഴിഞ്ഞ് ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും മിസ്റ്റർ കേരളയൊക്കെ നടക്കുന്നത്. അപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടായിരിക്കും എടുത്തത്. അപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാ പ്രാവശ്യവും നമുക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഈ പ്രാവശ്യം പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം ഇവിടെ നാട്ടിൽ പോയി അധികം നാൾ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടുത്തെ റെന്റും കാര്യങ്ങളും എല്ലാം നമ്മൾ അടക്കണമല്ലോ. അപ്പോ പിന്നെ ദുബായിലൊരു കോമ്പറ്റീഷൻ ചെയ്തു. അത് 2020-ലായിരുന്നു. അതില് റണ്ണറപ്പ് ആയി 80 kg. അവിടെയും നല്ല സപ്പോർട്ടാണല്ലേ ദുബായില്? അതെ അതെ, ദുബായ് സൂപ്പറാണ്. ബോഡി ബിൽഡിംഗ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ബോഡി ബിൽഡിങ്ങിന് മാത്രമല്ല, ഫിറ്റ്നസ് ഏതാണെങ്കിലും ഒരുപാട് ജിമ്മുകളുണ്ട്, നല്ല ഫുഡ് കിട്ടും, ചീപ്പാണ്. അപ്പൊ എന്തായാലും നമ്മള് വർക്കൗട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. നിതിന്റെ ഇന്നത്തെ ഒരു ദിവസത്തെ ജിമ്മിലെ വർക്കൗട്ടും കാര്യങ്ങളും എല്ലാം എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു. എനിവേ നിതിൻ, ബെസ്റ്റ് വിഷസ്. ഇനി വരാൻ പോകുന്ന മിസ്റ്റർ ഇടുക്കി മത്സരത്തിൽ ബെസ്റ്റ് വിഷസ്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞിരുന്നു നിതിന് ഇതിനെ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ നമ്പർ ചേർത്തിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സിന് താല്പര്യമുള്ളവർക്കോ നിതിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. UK വിഗൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നിതിനുള്ളത്. Okay, bye. Bye. Thank you.